അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്തൊക്കെ മക്കളെ വർത്തമാനങ്ങളൊക്കെ? അൽഹംദുലില്ലാഹ് ഇന്ന് മുതൽ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ക്ലാസ് ആരംഭിക്കുകയാണ്. അല്ലാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ. നമ്മുടെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഇപ്പോഴത്തെ എല്ലാം അല്ലാഹു വളരെ പെട്ടെന്ന് ഫത്ഹ് ആക്കി രക്ഷപ്പെടുത്തി തരട്ടെ. എന്നാലും നമുക്കൊക്കെ ക്ലാസ് തുടങ്ങാം. അപ്പം നിങ്ങൾ ആമീൻ പറയില്ല അല്ലേ? ക്ലാസ് തുടങ്ങാൻ അറിയുമ്പോൾ കഴിഞ്ഞ പാഠം ഇന്നലത്തെ പാഠം ഉലൂമുൽ ഖുർആന് കുറച്ച് കുട്ടികളൊക്കെ എഴുതി വിട്ടെന്നു. അതന്നെ എഴുതി വെച്ചാലെന്താ മക്കളെ, ഇനി പെട്ടെന്നായിരിക്കും പറയാം നാളെ നോട്ടായിട്ട് വരിക എന്നുള്ളത് കേട്ടോ. അപ്പോൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് എഴുതിയിട്ട് പിന്നെ പെരയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെറുതെ പണി ഉണ്ടാക്കണ്ട. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ തസ്കിയ ഉലൂമുൽ ഖുർആനായിരുന്നു. അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലെ തസ്കിയയിലെ അൽ മുഅ്മിനൂന അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അദ്റസുൽ ഖാമിസ് അല്ലേ? അൽ മുഅ്മിനൂന അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതിലൊന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ എടുത്തു അല്ലേ? അങ്ങനെ എന്തായിരുന്നു? ആ മരുഭൂമിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മയെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അവിടെ തനിച്ചാക്കി തിരിച്ചു പോരാണ്. ആ മരുഭൂമിയിൽ ആരുമില്ലാത്ത ആ മരുഭൂമിയിൽ പിന്നീട് എന്ത് ചെയ്തു? തിരിച്ചു പോന്നു. പിന്നീട് അവിടെ അങ്ങനെ ഓരോ ആളുകൾ യാത്രക്കാർ വെള്ളം കണ്ടെത്തി അവിടെ താമസിക്കാൻ അനുമതി ചോദിച്ചു. അങ്ങനെ താമസം അവിടെ തുടങ്ങി. അങ്ങനെ പുതിയൊരു മരുഭൂമിയിലെ പുതിയൊരു ജീവിതത്തിന് അവിടെ തുടക്കം കുറിക്കുകയാണ് അല്ലേ? ലം യൻസ ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്നഹു അൽ ഖാന യസൂറുഹു ഹീനം ബഅദ ഹീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ ഇട്ടേച്ച് പോന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറന്നു അവരെ ഇല്ല. എന്ത് ചെയ്യും? ഖാന യസൂറുഹു ഹീനം ബഅദ ഹീൻ, അവർ അവിടെ ഇട്ടേച്ച് പോന്ന്. പിന്നെന്ത് ചെയ്യും? ഇടക്കിടക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരെ പോയി ഇങ്ങനെ സന്ദർശിക്കും. യതഫഖദു അഖ്ബാറഹു വലമ്മാ ബലഅഹു മഅസ്സയ്യു ഇബ്തലാഹു അല്ലാഹു ബിഫിത്നത്തിൻ അളീമ. യതഫഖദു അഖ്ബാറഹു, അവരെ വിവരങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കും. വലമ്മാ ബലഅ മഅഹു സഅയ്യു ഇബ്തലാഹു അല്ലാഹു ഫിത്നത്തിൻ അളീമ. അങ്ങനെ ഇടക്കിടക്ക് വിവരങ്ങൾ ചെല്ലും, വിവരങ്ങൾ അന്വേഷിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുട്ടിക്ക് എന്ത് ചെയ്തു? കുട്ടി ഒരു പക്വതയും പാകതയും ആ ഒരു പ്രായത്തിലേക്ക് അടുത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം വരികയാണ്. വല്ലാത്ത അലീമായൊരു പരീക്ഷണം. എന്താണ് പരീക്ഷണം? അമറഹു ഫീ മനാമിഹി അൻ യദ്ബഹ വലദുഹുൽ വഹീദു ഫിൽദത്തൻ കബീദിഹി ഇസ്മായിൽ. ആറ്റുനോറ്റുണ്ടാക്കിയൊരു കുട്ടി, ആറ്റുനോറ്റ് കിട്ടിയൊരു കുട്ടി അല്ലേ? ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുട്ടി, ആ കുട്ടീനെ എന്ത് ചെയ്യണം? അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അങ്ങോട്ട് അറുക്കണമെന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കിട്ടിയ ഓർഡർ. അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഓർഡർ, കിട്ടിയ വഴി എന്താണ്? ആറ്റു നോക്കി പ്രായത്തിൽ എത്രയോ ദുആ ചെയ്ത് അവസാനം കിട്ടിയൊരു കുട്ടി, ആ കൺമണി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചെറിയൊരു പ്രായത്തിൽ ആ കുട്ടിപ്രായത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ ചാടിക്കളിച്ച് അല്ലേ? എന്തോ ഒരു ഊറ്റത്തിലുള്ള സമയമായിരിക്കും. അപ്പാക്കന്മാർക്കൊക്കെ എന്തോ ഒരു സന്തോഷമായിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ആ ഇസ്മായിൽ നബി അലൈഹി ഇസ്മായിൽ എന്ന പുന്നാരമോന് ആ മോനെന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അറുക്കണമെന്നാണ് എന്ത് ചെയ്യണത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയ ഓർഡർ. അള്ളാഹുവിൻ്റെ പരീക്ഷണാണ്. ഇത്രയും സമയമായിട്ടും കിട്ടിയില്ല, മക്കളില്ല. അവസാനം ദുആ ചെയ്ത് പടച്ചോൻ കൊടുത്തു. ആ കൊടുത്ത കുട്ടിനെങ്ങനെ പോറ്റി വളർത്തി സന്തോഷത്തിലിങ്ങനെ വളർത്തി നല്ലൊരു പ്രായത്തിലെത്തിയപ്പോൾ അള്ളാഹു എന്ത് ചെയ്യാണ്? പറയാണ്, ഇബ്രാഹിം നബിയെ നിങ്ങളെന്ത് ചെയ്യുക? മകൻ അറക്കണം കേട്ടോ. ഇസ്തജാബി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബുഹു. അങ്ങനെ ആ അള്ളാഹുവിൻ്റെ ആ ഒരു അള്ളാഹു പറഞ്ഞതിന് എന്ത് ചെയ്തു? ഉത്തരം നൽകി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഫഖാല ലിബ്നിഹി, വാപ്പ മകനോട് പറയാണ്, യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, ഇന്നി അറാഫിൽ മനാം അന്നി അദ്ബഹുക, ഇന്നി അറാഫിൽ മനാം,
എനിക്ക് മനാമിൽ സ്വപ്നത്തിൽ എന്ത് കാണിച്ചു തന്നു? ഉറക്കത്തിൽ നിന്നെ അറുക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ട്. അന്നീ അത് ബഹുക്ക. അപ്പോൾ മകൻ പറയും, ഓക്കെ ഓക്കെ, നിങ്ങൾ ഇറക്കി വാപ്പാ, അള്ളാഹിൻ്റെ ഓർഡർ അല്ലേ. ഫൻദുർ മാതാ തറ, നിങ്ങൾ എന്നെ കാണാൻ എന്ത് ചെയ്താൽ മതി, മുഖം കാണാതെ എന്ത് ചെയ്താൽ മതി, അറുത്താൽ മതി. വബാദറൽ ഉലമു ഇല ത്വഅ, അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക്, അള്ളാഹുവിൻ്റെ ത്വഅത്തിലേക്ക്, അള്ളാഹുവിലേക്ക് വഴിപ്പെട്ടുകൊണ്ട് മകനെ അറുക്കാൻ വേണ്ടി മകനും സ്വയം അപ്പായോട് പറഞ്ഞു, ഇന്നെങ്ങനെയൊക്കെ അറുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? യാ അബതി ഫഅൽ മാ തുഅമർ സതജ്ദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഓ വാപ്പാ, നിങ്ങൾ പറഞ്ഞത് ഇഫ്അൽ മാ തുഅമർ, അല്ല കൽപ്പിച്ചത് നിങ്ങൾ വഴിപ്പടി വാപ്പാ, അത് പ്രവർത്തിക്കുക. സതജ്ദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. നമ്മൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമാശീലിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തും. അതുകൊണ്ട് റബ്ബ് എന്താണോ നമ്മളോട് പറഞ്ഞത് ആ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം. അതുകൊണ്ട് അള്ളാഹിൻ്റെ അറുക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായി അറുത്തോളി, എന്നെ ധൈര്യമായിട്ട് എന്ത് ചെയ്തോളി, നിങ്ങൾ അറുത്തോളി. പക്ഷെ ആ അറുക്കുന്നത് എന്തായിരിക്കണം? പിന്നെ അറുക്കണം, അത് പടച്ചോൻ കൽപ്പിച്ചതാണ്, ആ കൽപ്പനയിൽ വഴിപ്പെടണം, നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമാശീലരായിരിക്കുക എന്ന് മകന് വാപ്പാനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹ്, കുടുംബത്തിൻ്റെ ഒരു ഇസ്ലാമികമായൊരു മുന്നേറ്റം അല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെ അറുക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തി. അസ്ലമ ലിയംദില്ലാഹി. കുറേ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചെറിയൊരു പാഠം കൂടി ഉള്ളൂ. ഇന്നത്തെ പാഠം കൂടിയും എഴുതി തരാത്തവരെ എഴുതി തരണം. അപ്പോൾ ഇത് പിന്നെ ഒരു കുട്ടി അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇന്നിവിടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു തിരക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.